ദശകങ്ങളായി നട്ടല് തേയ്മാനം വന്നുപോയൊരു വർഗമാണ് ഇവിടുത്തെ ഹിന്ദു വിഭാഗം. ലോകം ആദിമമായി കേട്ട ശബ്ദം വേദത്തിന്റെ ശബ്ദമാണ്. ആ വേദത്തിന്റെ ഉപസംഹാരവാക്യം എന്ന് സംഹിതാഭാഗത്തെ സംബന്ധിച്ച് നമുക്ക് നിസ്സംശയം പറയാവുന്ന വാക്യം സംഗച്ഛധ്വം സംവദധ്വം എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. പക്ഷെ നമ്മൾ മറന്നുപോയതും ഈ വാക്യമാണ്, ഒന്നിച്ചെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പലതിന്റെ പേരിൽ ഭിന്നിച്ചായി. പലതിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കുലത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, പലതിന്റെ പേരിൽ ഭിന്നിച്ചായി. ഈ ഭിന്നിച്ചു കഴിയുന്നത് കൊണ്ട് മാത്രമാണ് മറ്റു നിലയ്ക്കുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയങ്ങൾ ഇവിടെ വളരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒന്നിച്ചു നിന്നാൽ ഉയരാം എന്നുള്ള തത്വം മനസ്സിലാക്കിയാൽ, അതെ, ഒന്നിച്ചാൽ മാത്രം പോരാ, ഒന്നിച്ച് നല്ലതിനായി കൊണ്ടൊന്നിക്കണം. ഒന്നിച്ച് നല്ലത് പറയണം, ഒന്നിച്ച് നല്ലത് ചെയ്യണം, നന്മയിലേക്ക് ഒന്നിക്കണം, ഒന്നിച്ച് നന്മയിലേക്ക് ഉയരണം. അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒന്നിച്ച് നല്ലതിലേക്ക് ഉയരുന്ന ജനസമൂഹമായി തീരാൻ കഴിയുമ്പോൾ ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടില്ല, ഒരിക്കലും വിപരീത വിവേചനങ്ങൾക്ക് വിധേയരാവില്ല. പക്ഷേ മറ്റൊന്നുകൂടി പറയട്ടെ, ഈ ഒന്നിക്കുന്നത് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിലാവണം, ഒരിക്കലും വൈകാരിക ഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാവരുത്. വൈകാരിക ഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചാൽ നാളെ വികാരങ്ങൾ കെട്ടടങ്ങുമ്പോൾ നമ്മൾ ഭിന്നിക്കാനിടയാവും. അതുകൊണ്ട് ഹിന്ദു എന്ന വൈകാരിക ഏകതയുടെ പേരിലാവരുത് ഒന്നിക്കൽ, മറിച്ച് അടിസ്ഥാന ശാസ്ത്രബോധത്താൽ, ആ ശാസ്ത്രബോധത്തിൽ നിന്ന് ഉരുത്തിരിക്കുന്ന അഭിമാനത്തിന്റെ പേരിൽ ഒന്നിക്കണം. ശ്രദ്ധിക്കുക, ആ രീതിയിലുള്ള ഏകത വളർത്തിയെടുക്കപ്പെട്ടാൽ ഒരിക്കലും ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് വിഭജിക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. കാരണം ഭാരതത്തിന്റെ തനത് ഭാവത്തെ ഉൾക്കൊള്ളുന്നവരൊക്കെ, ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ, ഭാരതത്തിന്റെ മക്കളാണ് നമ്മളെന്ന് അഭിമാനിക്കുന്നവരൊക്കെ, അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസം പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭാജനങ്ങൾ, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാരിക്കോരി കൊടുക്കലുകൾ അവിടെ സംഭവിക്കില്ല. ഇന്ന് സംഭവിക്കുന്നത് അതാണ്. ഇവിടെ ഒരു രാഷ്ട്രമെന്ന് പറയുമെങ്കിലും ഒരു നിയമം പോലും നമുക്കില്ല, ഒരു സിവിൽ കോഡ് പോലും നമുക്കില്ല. ഭരണഘടനയുടെ രചയിതാക്കൾ ഏക സിവിൽ കോഡ് ഏറെ താമസിയാതെ രൂപീകരിക്കണമെന്നൊക്കെ സങ്കല്പിച്ചെങ്കിലും പിന്നീട് EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ളവരൊക്കെ നിരന്തരം ഏക സിവിൽ കോഡിനെ കുറിച്ച് എഴുതുകയും ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഇന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ പേരിൽ മന്ദിരങ്ങൾ പണിയുന്നവരും അതിന് പരിശ്രമിക്കുന്നവരും എത്ര പേര് ഏക സിവിൽ കോഡ് വേണമെന്നാവശ്യപ്പെടും? ആവശ്യപ്പെടില്ല, ധൈര്യമില്ല. കാരണം ഇവിടെ ഹിന്ദുവിനൊരു നിയമം, ക്രിസ്ത്യാനിക്കൊരു നിയമം, മുസൽമാനൊരു നിയമം. പിന്നെ എങ്ങനെയാ ഒരു രാഷ്ട്രം എന്ന് പറയുക? രാഷ്ട്രമാണെങ്കിൽ ഒരു നിയമം വേണം, ഒരു നയം വേണം, ഒരു സമൂഹത്തെ വളർത്തുന്ന വിദ്യാഭ്യാസ പദ്ധതി വേണം. അതിവിടെ വരണം. അത് വരാൻ സങ്കല്പിക്കുക. ഭാരതത്തിൽ ഒരു നിയമം, എപ്രകാരമാണോ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ എല്ലാ സമൂഹത്തിനും ഒരു നിയമമുള്ളത്, അതുപോലെ ഭാരതത്തിൽ ഒരു നിയമമാണ്. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസം പാടില്ല, ന്യൂനപക്ഷം ഭൂരിപക്ഷം വ്യത്യാസം പാടില്ല. മനുഷ്യൻ ഒന്ന്. അവിടെ ആരാണോ സാമ്പത്തികമായി താഴെയുള്ളത് അവനെ പിടിച്ചുയർത്താനുള്ള പദ്ധതികൾ വേണം. അവൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, മതമില്ലാത്തവനായിക്കോട്ടെ, ആരും ആവട്ടെ, സാമ്പത്തികമായി താഴെ തട്ടിലുള്ളവനെ ഉയർത്താനുള്ള പദ്ധതികൾ വേണം. മതം മാനദണ്ഡമാവരുത്. ഇങ്ങനെയുള്ളൊരു പൊതു നിയമം വരുന്ന ഒരു കാലം നമുക്ക് രാഷ്ട്രമായി ഉയരാം. അങ്ങ് രാഷ്ട്രമായി ഉയരുമ്പോൾ ഇത്തരം വിധ്വംസക ശക്തികൾക്ക് ഒരു സ്ഥാനവും പ്രസക്തിയും ഇല്ലാതാകും. അതുകൊണ്ട് സങ്കല്പിക്കുക, നമ്മുടെ സങ്കല്പങ്ങൾക്ക് ഫലമുണ്ട്. നിശ്ചയമായും സങ്കല്പിക്കുക, അപ്രകാരമുള്ള നിയമക്രമം, അപ്രകാരമുള്ള ഭരണഘടന ഇവിടെ വരട്ടെ. സങ്കല്പത്തിന് ശക്തിയുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
നമ്മൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്രഭാഷണ പരമ്പരയിൽ ഏതൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് സങ്കല്പിക്കുക, 1-ാം ക്ലാസ് തൊട്ട് സംസ്കൃതം ഇവിടെ വരട്ടെ എന്ന് സങ്കല്പിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞു. 1-ാം ക്ലാസ് തൊട്ട് സംസ്കൃതം കേരളത്തിൽ വന്നു കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണം നടന്നു കഴിഞ്ഞു. വിജ്ഞാപനമായി കഴിഞ്ഞു. നടപ്പിലാവുകയാണ്. സങ്കല്പിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ വരും. നമ്മുടെ സങ്കല്പമാണ് അനുഭവമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഭാരതത്തിൽ ഒരു സമൂഹം, ഒരു നിയമം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യരെ സംബന്ധിക്കുന്ന നിയമം, അത് വരട്ടെ എന്ന് സങ്കല്പിക്കുക. അതിനായി പരിശ്രമിക്കുക. അപ്പോഴേ ഇത് രാഷ്ട്രമായി ഉയരൂ. അങ്ങനെ രാഷ്ട്രമായി ഉയർന്നാൽ മറ്റു വിധ്വംസക ഭാവങ്ങൾ അപ്രസക്തമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.